എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുസ്തകം. അതിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് രണ്ടാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ്? മെക്കാളെ ആൻഡ് മെക്കാളെ മിനിറ്റ്സ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. മെക്കാളെ ആൻഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം സ്ഥാപിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എടുത്തൊരു മെത്തേഡായിരുന്നു ഇംപ്ലിക്കേഷൻ ഓഫ് ദെയർ ഐഡിയോളജീസ് ആൻഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്നുള്ളത്. ആ ഒരു സിസ്റ്റമാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ത്യയിൽ പ്രാചീന കാലം മുതൽക്ക് തന്നെ ഒരു വിദ്യാഭ്യാസ രീതി നിലനിൽക്കുന്നുണ്ട്. വേദപഠനം അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം അറബികളുടെ വരവിന് ശേഷവും മദ്രസകളിലൂടെ മുസ്ലിം എഡ്യൂക്കേഷനും ഹിന്ദുക്കളുടെ പാഠശാലകൾ മുഖാന്തരം ഹിന്ദു എഡ്യൂക്കേഷനും ഒക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലാംഗ്വേജ്, അതുപോലെ തന്നെ ലാംഗ്വേജ് തന്നെ സാൻസ്ക്രിറ്റിനായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അറബിക്, മറ്റേ പേർഷ്യൻ, അങ്ങനത്തെ കുറേ ഭാഷകളെല്ലാം ഇവിടെ പഠിച്ചിരുന്നൊരു രീതി ഉണ്ടായിരുന്നു. പിന്നെ വെർനാക്കുലർ ലാംഗ്വേജസ്, ഓരോ നാട്ടുരാജ്യത്തിൻ്റെയും ഭാഷകൾ അവിടെയും പഠിച്ചിരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഭാഷാ പഠനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഈ വെസ്റ്റേൺ അതിനോടൊപ്പം തന്നെ ഗ്രാമർ, ലോജിക്ക്, സ്ക്രിപ്ചേഴ്സ്, ഇന്ത്യൻ ക്ലാസിക്സ്, പുരാണാസിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഇവിടെ നടന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതിന് ശേഷം അവർ വെസ്റ്റേൺ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ തുടങ്ങുകയാണ് ഉണ്ടാകുന്നത്. അവരെന്തിനാണ് ഇവിടെ എഡ്യൂക്കേഷൻ നടത്തിയിട്ടുണ്ടാവുക? പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വരും അല്ലേ. ഇവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, നമ്മുടെ ഭാഷ അവർക്കും അറിയില്ല. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വരുമ്പോൾ ഇവിടെ ആ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു വിഭാഗത്തിന് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടണമെന്നൊന്നുമല്ല, ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കണം, ഇവരുടെ ട്രേഡ് സംഭവങ്ങൾ കൂടുതൽ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേണം എന്നുള്ളൊരു സിസ്റ്റം അവർ കൊണ്ടുവന്നു. പിന്നെ വേറൊന്ന് എന്തായിരിക്കാം? പ്രധാനമായിട്ടും അവർ മനസ്സിൽ വെച്ച ലക്ഷ്യം എന്തായിരിക്കാം? ദേ വോണ്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ വെരി ലോയൽ ടു ബ്രിട്ടനോട് വളരെ ആത്മാർത്ഥതയും കൂറുമുള്ള ഒരു വിഭാഗം ജനങ്ങളെ വാർത്തെടുക്കണം. അതായിരുന്നു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, മറ്റൊരു പ്രധാനപ്പെട്ട അല്ല, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതായിരുന്നു. അതിനവർ പറഞ്ഞൊരു കോട്ടുണ്ട്: ഇന്ത്യ ഇൻ ബ്ലഡ് ആൻഡ് കളർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്. നിറത്തിലും ചോരയിലും ഇന്ത്യക്കാരാവുകയും എന്നാൽ സംസ്കാരത്തിൽ, അല്ലെങ്കിൽ ടേസ്റ്റ് എന്ന് പറഞ്ഞ സംസ്കാരമാണ്, സംസ്കാരത്തിൽ ബ്രിട്ടൻ ആവുകയും, അങ്ങനെ ഒരു ജനതയെ വാർത്തെടുക്കുക എന്നതാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ട് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതാണ് ഇന്ത്യയുടെ ചരിത്രം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് അവർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത്. ദേ അപ്ലൈഡ് ദിസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ മിഡിൽ ക്ലാസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. മിഡിൽ ക്ലാസ് ഗ്രൂപ്പുകളുടെ ഇടയ്ക്ക്, മിഡിൽ ക്ലാസ് ഗ്രൂപ്പ് ജനതയുടെ ഇടയിലേക്കാണ് ഇവർ ഈ സിസ്റ്റം കൊണ്ടുവരുന്നത്. വളരെ പാവപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് സിസ്റ്റം കൊണ്ടുവന്നിട്ട് കാര്യമില്ല എന്ന് ഓർക്കാൻ, അവരൊരു മിഡിൽ ക്ലാസ് ആയിട്ട് നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ഈ സിസ്റ്റം അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം അവർ ഉപയോഗിച്ചത് ഒരു ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്ന തിയറിയാണ്. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിഡിൽ ക്ലാസ്സിന് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നൽകുക, ഈ മിഡിൽ ക്ലാസ് മുഖാന്തരം മറ്റ് ക്ലാസ്സുകളിലേക്ക്, അതായത് മിഡിൽ ക്ലാസ്സിൻ്റെ തൊട്ട് താഴെ വരുന്ന ക്ലാസ്സിലേക്ക്, അതിൻ്റെയും താഴെ വരുന്ന ക്ലാസ്സിലേക്ക്, അങ്ങനെ ഒരു ഹൈറാർക്കി ആയിട്ട് ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിന് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നൽകി വിദ്യാഭ്യാസ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഇവർ വിചാരിച്ച ആശയം എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെച്ച ആശയം എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഒരു ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ദെൻ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഇംഗ്ലീഷുകാരിൽ ഒരു വിഭാഗത്തിന് ഇന്ത്യയുടെ പ്രാചീനകാല ചരിത്രത്തിലും ഇന്ത്യയുടെ കൾച്ചറൽ സിസ്റ്റവും വളരെ ആകൃഷ്ടരാകുന്നുണ്ട്. ആകൃഷ്ടരാകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ they were interested in learning Indian system and Indian culture. ഇന്ത്യൻ സിസ്റ്റവും ഇന്ത്യൻ സംസ്കാരവും പഠിക്കണമെന്ന്, അല്ലെങ്കിൽ അത് അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു ഗ്രൂപ്പ്, അതായത് ബ്രിട്ടീഷ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് വ്യക്തികളെ കുറിച്ച് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഇൻ ഓറിയന്റൽ ലേണിംഗ്. ഓറിയന്റലിസ്റ്റ് എന്ന് പറയുന്നത് ഏഷ്യക്കാരെയാണ് ഓറിയന്റലിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ ലേണിങ്ങിനോട് താല്പര്യമുള്ളവരെയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇന്ത്യയിലേക്ക് വരികയും പിന്നീട് ഇവിടെ തന്നെ
ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെ പ്രാചീനകാല ചരിത്രവും ആർക്കിയോളജിക്കൽ സർവേ ഒക്കെ ആയിട്ട് നിന്ന് പോയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വാറൻ ഹാസ്റ്റിങ്സ്. വാറൻ ഹാസ്റ്റിങ്സ് 1751 1751 ഇന്ത്യയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ആദ്യം ഫോർട്ട് വില്യത്തിന്റെ ഗവർണറായിട്ട് വന്നു. 1772 ഫോർട്ട് വില്യം അവിടെ ഗവർണറായിട്ടാണ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. ദെൻ അദ്ദേഹം പിന്നീട് ഇന്തോ പേർഷ്യൻ കൾച്ചറിനെ കുറിച്ച് അറിയുകയും ആ ഇന്തോ പേർഷ്യൻ കൾച്ചറിൽ വളരെ ആകൃഷ്ടരാവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടാകുന്നത്. ഹേസ്റ്റിങ്സ് ഇവിടുത്തെ കൾച്ചറൽ സിസ്റ്റം അല്ലെങ്കിൽ ഇവിടുത്തെ ജാതി വ്യവസ്ഥ, ഇവിടുത്തെ ക്രിമിനൽ സിസ്റ്റം അല്ലെങ്കിൽ സിവിൽ കോഡുകൾ ഇവിടെ ആ സമയത്ത് നിലനിന്നിട്ടുണ്ടായിരുന്ന രീതികളെല്ലാം പഠിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ സമയത്തുള്ള നിയമവ്യവസ്ഥിതിയെ കുറിച്ചും പഠിക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ആചാരങ്ങൾ നിലനിന്നൊരു സ്ഥലമായിരുന്നല്ലോ ഇന്ത്യ. സതി പോലത്തെ ആചാരങ്ങൾ ഉണ്ടായിരുന്നു. സതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗാൾ ഭാഗത്തൊക്കെ നിർബന്ധിതമായിട്ടും ചെയ്യിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ, ലോവർ കാസ്റ്റ് അപ്പർ കാസ്റ്റ് എന്നൊക്കെയുള്ള പല രീതിയിലുള്ള ജാതി വ്യവസ്ഥ. അതിൽ തന്നെ ഈ സോ കോൾഡ് ലോവർ കാസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിന്മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന ക്രൂരമായിട്ടുള്ള ശിക്ഷകൾ, ചെറിയ തെറ്റിന് പോലും ക്രൂരമായിട്ടുള്ള ശിക്ഷകൾ, അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ദുരാചാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ക്രിമിനൽ കോഡുകൾ, സിവിൽ ആൻഡ് ക്രിമിനൽ കോഡുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കുറിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് വാറൻ ഹാസ്റ്റിങ്സ്. അങ്ങനെ വാറൻ ഹാസ്റ്റിങ്സിന്റെ ഇത്തരം പഠനത്തിന്റെ സഹായത്തോടു കൂടി ആരാണ് നഥാനിയൽ ഹാൽഹെഡ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് എ കോഡ് ഓഫ് ജന്തു ലോസ്. GENTOO ജന്തു ലോസ്. അവർക്ക് ജന്തു ലോസ് എന്നാണ് അവരത് പറയുന്നത്. അതായത് ശരിക്കും ആ പുസ്തകം ഇന്ത്യൻ വ്യവസ്ഥിതികളെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പുസ്തകമാണ്. അത് ഇറങ്ങുന്നത് 1772 ഓക്കെ. ഇനി മറ്റൊരു വ്യക്തിയാണ് ചാൾസ് വിൽക്കിൻസിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കായിരുന്നു സാൻസ്ക്രിറ്റ് ഗ്രാമറിനെ കുറിച്ചുള്ള ഒരു വർക്ക്. 1779 അദ്ദേഹം അങ്ങനെ ഒരു ബുക്ക് കൊണ്ടുവരുന്നത്. ദെൻ അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് ചാൾസ് വിൽക്കിൻസ് മുൻകൈ എടുത്തുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൽക്കത്ത മദ്രസ. 1751 കൽക്കത്ത മദ്രാസ 1781 അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് സ്കോളേഴ്സിനെ, ചിന്തകരനെ ആകർഷിച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരുന്നു. ഇനി ബ്രിട്ടീഷ് ഒരു വളർച്ചയുടെ ഭാഗമായിട്ടുള്ള ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെ വളർന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊന്നാണ് ഈ ഓറിയന്റൽ ലേണിങ്ങിൻ്റെ മറ്റൊരു ഭാഗമാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാട്ടോ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ സംവിധാനത്തിൽ ആകൃഷ്ടനായ അദ്ദേഹമാണ് ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത്. അദ്ദേഹം പേർഷ്യൻ ലാംഗ്വേജിൽ ഒരു ഗ്രാമർ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേർഷ്യൻ പോയറ്റ്സിന്റെ വർക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ജഡ്ജായിട്ടാണ് വരുന്നത്. was appointed as the judge of Supreme Court of India. അങ്ങനെയാണ് അദ്ദേഹം ഇതിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്. He established the Asiatic Society of Bengal in 15th January 1784. 1784 ജനുവരി 15-ാം തീയതിയാണ് ഇദ്ദേഹം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട വാചകം അല്ലെങ്കിൽ കോട്ട് എന്ന് പറയുന്ന ഒരു ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ പ്രധാന വാചകം എന്ന് പറയുന്നത് എൻക്വയറി ഇൻ ടു ഹിസ്റ്ററി ആൻഡ് ആൻറ്റിക്വിറ്റീസ്, ആർട്സ്, സയൻസ് ആൻഡ് ലിറ്ററേച്ചർ ഓഫ് ഏഷ്യ. ഇന്ത്യയുടെ ചരിത്രം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര അന്വേഷണം, കല, ശാസ്ത്രം, സാഹിത്യം ഇവയെക്കുറിച്ചൊക്കെ അറിയുക എന്നാണ്. ഏഷ്യയിലെ ഇവയുടെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വർക്ക്സുകൾ ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് ഏൻഷ്യൻ്റ് ലിറ്ററേച്ചർ വർക്ക്സ്, അതുപോലെ തന്നെ ഹിസ്റ്ററി വർക്ക്സ് ഒക്കെ ഇവർ തർജ്ജമ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്കൊക്കെ തർജ്ജമ ചെയ്യുന്നുണ്ട്. ഏഷ്യാറ്റിക് ജേണൽസ്, റിസർച്ച് ഓർഗനൈസേഷൻസ് ഒക്കെ ഇവർ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഇന്ത്യയിലെ ഓറിയന്റലിസ്റ്റ് സ്റ്റഡിയുടെ ഒരു
പ്രധാന ഭാഗമായി തന്നെ നിന്നിട്ടുണ്ടെന്ന് പറയാം. അടുത്തൊരു വ്യക്തിയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ചാൾസ് ഗ്രാൻഡ്. ഈ ചാൾസ് ഗ്രാൻഡ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേണമെന്നുള്ളൊരു ആശയം മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം അതിനോടൊപ്പം തന്നെ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചൊരു ആളാണ്. 1761 അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഒരുപാട് ഇംഗ്ലീഷ് സ്കൂൾസൊക്കെ ഇവിടെ തുറക്കണം, ഇന്ത്യയിൽ തുറക്കണം എന്നെല്ലാം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ചാൾസ് ഗ്രാൻഡ്. ഇവരൊക്കെയായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ ഒരു ഓറിയന്റൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനും അങ്ങനെ ആകൃഷ്ടരായി ഇവിടെ നിൽക്കുകയും ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിലേക്ക് ഇന്ത്യനെ എത്തിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ്റെ ഡെവലപ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്ത് വന്നതെന്ന് നോക്കാം. അതിനൊരു ഘട്ടമായിട്ട് നമ്മൾ പഠിക്കാം. ഒന്നാമതായിട്ട് ഈ ഡെവലപ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ ഒന്ന് ചാർട്ടർ ആക്ട് ഓഫ് 1813 1813 ചാർട്ടർ ആക്ട്. രണ്ടാമത്തായിട്ട് ജനറൽ കമ്മിറ്റി ഓൺ പബ്ലിക് ഇൻസ്ട്രക്ഷൻ 1823. മൂന്നാമതായിട്ട് ദി ഇൻവോൾവ്മെന്റ് ഓഫ് മെക്കാളയുടെ ഇൻവോൾവ്മെന്റ്. ദെൻ മെക്കാളേസ് മിനിറ്റ്. അടുത്തതായിട്ട് വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്ന ആളുടെ സംഭാവനകൾ. ദെൻ ഹണ്ടർ കമ്മീഷൻ, ദെൻ സത്ലർ കമ്മീഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിലേക്ക് വന്നിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത്. അതിൽ ആദ്യം നമുക്ക് നോക്കാം ചാർട്ടർ ആക്ട് ഓഫ് 1813 1813 ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. ഈ ഒരു ആക്ടിലാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷ് കൗൺസില് 1,00,000 രൂപയുടെ അടുത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ പർപ്പസിന്, ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് കൗൺസിൽ 1,00,000 രൂപ മാറ്റിവെച്ചിട്ടുള്ള ആക്ട് ചാർട്ടർ ആക്ട് 1813 എന്ന് പറയുന്നത്. ഈ ആക്ടിൽ തന്നെയാണ് ക്രിസ്ത്യൻ മിഷണറീസ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ മിഷണറീസിനെ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് താക്കുന്നത്. ഈ ഒരു ചാർട്ടർ ആക്ടിന്റെ ഭാഗമായിട്ട് കൽക്കത്ത കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. രാജാറാം മോഹൻ റോയുടെയും കൂടെ ഇൻവോൾവ്മെന്റ് ആണ് കൽക്കത്ത കോളേജ് സ്ഥാപിക്കാനുണ്ടായ കാരണം. ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു കോളേജാണ് കൽക്കത്ത കോളേജ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ കൽക്കത്തയിൽ മറ്റ് 3 സാൻസ്ക്രിറ്റ് കോളേജുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ചാർട്ടർ ആക്ട് ഓഫ് 1813 പ്രാധാന്യം അതാണ്. അടുത്തതാണ് ജനറൽ കമ്മിറ്റി ഓൺ പബ്ലിക് ഇൻസ്ട്രക്ഷൻ 1823. ഈ ഒരു കമ്മിറ്റി എന്തിനാ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഓറിയന്റൽ ലേണിങ്ങിന്, അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനേക്കാളും ഓറിയന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ഓറിയന്റലിസ്റ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ വിൽക്കിൻസ്, വാരൻ ഹാസ്റ്റിങ്സ്, ചാൾസ് വിൽക്കിൻസ്, ഇവരൊക്കെ ഓറിയന്റലിസ്റ്റുകളാണ്. അപ്പോൾ ഈ ഓറിയന്റലിസ്റ്റുകൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനേക്കാൾ കൂടുതൽ ഓറിയന്റൽ ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ തനത് രീതികളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു വാദം ഉണ്ടായിരുന്നു. അത് ഇല്ലാതാക്കിക്കൊണ്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജനറൽ കമ്മിറ്റി ഓൺ പബ്ലിക് ഇൻസ്ട്രക്ഷൻ കൊണ്ടുവരുന്നത് 1823. ഓറിയന്റലിസ്റ്റുകളുടെ പ്രവർത്തനം നിയന്ത്രിച്ചുകൊണ്ട് ആംഗ്ലിസിഡ്സ് അഥവാ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളായിരുന്നു മെക്കാളെ എന്ന് പറഞ്ഞ തോമസ് ബാബിങ്ടൺ മെക്കാളെ, അതാണ് മുഴുവൻ പേര്. ഇദ്ദേഹത്തിൻ്റെ വരവും ഇദ്ദേഹം നടപ്പിലാക്കിയ എഡ്യൂക്കേഷൻ പോളിസീസും. ഈ മെക്കാളെ എന്ന് പറഞ്ഞാൽ ഒരു ഓതറാണ്, ഹിസ്റ്റോറിയനാണ്, സ്കോളറാണ്, ഒരു പൊളിറ്റീഷ്യനാണ്, തിങ്കറാണ്. അങ്ങനെ ഒരുപാട് മേഖലയിൽ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ് തോമസ് മെക്കാളെ. അദ്ദേഹമാണ് ശരിക്കും ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരു ഡിസൈനറായിട്ട് കണക്കാക്കുന്ന ഒരു തുടക്കം കുറിക്കുന്ന അദ്ദേഹമായിരിക്കും. 1838 അദ്ദേഹം ഇന്ത്യയിലെ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിനെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ജനറൽ കൗൺസിലിന്റെ മെമ്പർ ഓഫ് ഗവർണർ ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. മെമ്പർ ഓഫ് ഗവർണർ എക്സിക്യൂട്ടീവ് കൗൺസിൽ ആയിട്ട് വരുന്നത്, മെമ്പറായിട്ട് അദ്ദേഹം വരുന്നത്. വില്യം ബെന്റിക്കിന് ഇദ്ദേഹം വളരെ സ്വീകാര്യനായിരുന്നു. വില്യം ബെന്റിക്ക് ഇയാളുടെ പല വർക്കിലും ആകർഷണമായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ വില്യം ബെന്റിക്ക് മെക്കാളെ വരുന്നതും മെക്കാളെ ഇവിടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതിന് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു പ്രഭുവായിരുന്നു, ഒരു ഗവർണർ ജനറൽ ആയിരുന്നു വില്യം ബെന്റിക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിനെ വില്യം ബെന്റിക്ക് പബ്ലിക് ഇൻസ്ട്രക്ഷൻ്റെ ജനറൽ കമ്മിറ്റിയിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഇവിടെ ഇരുന്നു കൊണ്ടാണ് മെക്കാളെ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചൊരു പോളിസി എല്ലാം തയ്യാറാക്കുന്ന സ്ഥിതി ഉണ്ടാവുന്നത്.
ഇനി എന്താണ് ലോർഡ് മെക്കാളേസ് മിനിറ്റ്? ലോർഡ് മെക്കാളെ തയ്യാറാക്കിയിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസീനെ മെക്കാളേസ് മിനിറ്റ് എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. എന്താണ് മെക്കാളേസ് മിനിറ്റ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മെക്കാളേസ് മിനിറ്റ് എന്ന് പറയുന്നത്. മെക്കാളെ തയ്യാറാക്കിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ്. ഫെബ്രുവരി 2, 1835 1835 ഫെബ്രുവരി 2 മെക്കാളേസ് മിനിറ്റ് പുറത്തിറങ്ങുന്നത്. ഇറ്റ് പ്രൊമോട്ട് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഓഫ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ കൾച്ചറൽ സിസ്റ്റം ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷുകാരുടേതായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയും കൾച്ചറൽ സിസ്റ്റത്തിനെയും ഇംഗ്ലീഷുകാരുടെ വിദ്യാഭ്യാസ രീതിയും സാംസ്കാരിക രീതിയെയും ഇന്ത്യയിൽ കൊണ്ടുവന്ന് അത് നിലയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെക്കാളേസ് മിനിറ്റ് പ്രധാനമായിട്ടും പ്രവർത്തിച്ചിട്ടുള്ളത്. അക്കോർഡിംഗ് ടു മെക്കാളയുടെ ഒരു വീക്ഷണത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഒട്ടും സിവിലൈസ്ഡ് അല്ലാത്ത, അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള, കൾച്ചർലെസ് ആയിട്ടുള്ള, സംസ്കാരശൂന്യരായിട്ടുള്ള, വിവരമില്ലാത്ത ഒരു വിഭാഗമാണ്. അങ്ങനെയാണ് മെക്കാളെ ഇന്ത്യൻ ജനതയെയും ഇന്ത്യൻ സംസ്കാരത്തെയും കാണുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിനെയും വളരെ പുച്ഛത്തോടു കൂടിയിട്ടാണ് മെക്കാളെ കണക്കാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മാത്രമാണ് ഏറ്റവും മികച്ച രീതിയിൽ നിന്നിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓറിയന്റൽ ലേണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ പഠന രീതിയാണ് ഓറിയന്റൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ. ഓറിയന്റൽ ലേണിംഗ് വളരെ ഇൻഫീരിയർ ടു യൂറോപ്യന്മാരെക്കാളും തരം താഴ്ന്നത്, വില കുറഞ്ഞതായിട്ടാണ് മെക്കാളെ അവതരിപ്പിച്ചിട്ടുള്ള മിനിറ്റ്സിൽ. ദെൻ ഹി അപ്ലൈഡ്, അദ്ദേഹം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ട് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു അപ്പർ മിഡിൽ ക്ലാസ് ജനതയ്ക്ക് മാത്രം നൽകുന്ന ഒന്നായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ അപ്ലൈഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഓൺലി ടു ദി അപ്പർ സ്ട്രാറ്റ ഓഫ് സൊസൈറ്റിയുടെ ഉയർന്ന ഗതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന രീതിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമാണ് അദ്ദേഹം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ കോർട്ട് ലാംഗ്വേജ്, കോടതി ഭാഷ ഇംഗ്ലീഷാക്കി മാറ്റുക. അതുവരെ പേർഷ്യൻ ആയിരുന്നു, അതിൽ നിന്ന് ഭാഷ ഇംഗ്ലീഷാക്കി മാറ്റുന്ന സ്ഥിതി ഉണ്ടായി. ദെൻ ഇംഗ്ലീഷ് ബുക്കുകൾ വളരെ കുറഞ്ഞ ചെലവിൽ പ്രിന്റ് ചെയ്യുകയും അത് വളരെ കുറഞ്ഞ ഫ്രീ ആയിട്ട് പ്രിന്റ് ചെയ്യുകയും കുറഞ്ഞ ചെലവിൽ ഇവിടെ വിറ്റഴിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കുറെ ഫണ്ട് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ചെലവാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടായിരുന്നു. അതാണ് ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇനി ഈ മെക്കാളേസ് മിനിറ്റിന്റെ എല്ലാം പ്രവർത്തന ഭാഗമായിട്ട് ജോൺ ഏലിയറ്റ് ഡ്രിങ്ക്വാട്ടർ ബെത്തൂനെ, ഒരു വ്യക്തിയാണ് ജോൺ ഏലിയറ്റ് ഡ്രിങ്ക്വാട്ടർ ബെത്തൂനെ എന്ന് പറയുന്ന വ്യക്തി, ബെത്തൂനെ സ്കൂൾ 1849 സൃഷ്ടിച്ചു. ബെത്തൂനെ സ്കൂള് 1849 കൊണ്ടുവരികയാണ് ഉണ്ടാവുന്നത്. ദെൻ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു ബീഹാറിൽ പൂസ എന്ന് പറഞ്ഞ സ്ഥലത്ത്. എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു റോർക്കി എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതൊക്കെ മെക്കാളേസ് മിനിറ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇനി മെക്കാളേസ് മിനിറ്റിന് ശേഷം വന്നിട്ടുള്ള മറ്റൊരു കാര്യമാണ് വുഡ്സ് ഡിസ്പാച്ച്. ഈ വുഡ്സ് ഡിസ്പാച്ചിനെയാണ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നത്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. എന്താണ് വുഡ്സ് ഡിസ്പാച്ചിന് അറിയുന്നത്? മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്സിനും ചോദിക്കാം. അത് മാത്രമല്ല PSCക്കും ഇടയ്ക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഇത്. വുഡ്സ് ഡിസ്പാച്ചിന് എന്താണ്? മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡിസ്പാച്ചിനെയാണ്. ഇറ്റ് എസ്റ്റാബ്ലിഷ് ഇൻ ദി ഇയർ 1854 1854 ഇതിവിടെ കൊണ്ടുവരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകൾ മുഖാന്തരം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ സ്റ്റേറ്റിനും വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിക്കാനുള്ള അധികാരം നൽകലാണ് വുഡ്സ് ഡിസ്പാച്ച് പ്രധാനമായിട്ടും ചെയ്തത്. ഒരു ഹൈറാർക്കിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റിഫൈഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നു. അതായത് ഒരാൾക്ക് വിദ്യാഭ്യാസം കിട്ടി, ആ വിദ്യാഭ്യാസം കിട്ടിയ ആൾ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ആൾ അവർക്ക് താഴെ വരുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കുക, അവർക്കും താഴെ വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റിഫൈഡ്, ഒരു ഹൈറാർക്കി രൂപത്തിൽ, ഒരു ഫിൽട്രേഷൻ തിയറി എന്ന് തന്നെ പറയാം. ആ ഒരു രൂപത്തിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു പോകുന്ന രീതിയിൽ ഒരു വിദ്യാഭ്യാസ രീതി ഇവിടെ കൊണ്ടുവരികയാണ് അദ്ദേഹം ചെയ്തത്. ഫ്രം ടോപ്പ് ടു ബോട്ടം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. Then he gave importance to vernacular primary schools. അതായത് നാട്ടുഭാഷകൾ, വെർനാക്കുലർ ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതൃഭാഷകളിൽ സ്കൂളുകൾ തുറക്കുകയും
പ്രൈമറി എഡ്യൂക്കേഷന് മാതൃഭാഷ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മാതൃഭാഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയും അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം പ്രൈമറി സ്കൂൾ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്റ്റ് വൈസ് അദ്ദേഹം മാതൃഭാഷയിൽ പ്രൈമറി സ്കൂളുകൾ തുടങ്ങി. അതുപോലെ തന്നെ ഇംഗ്ലീഷും വെർണാക്കുലർ ഭാഷകളും കൂടെ മിക്സ് ആക്കിയിട്ട് ഹൈസ്കൂളും അഫിലിയേറ്റഡ് കോളേജുകളും തുടങ്ങി. പിന്നെ യൂണിവേഴ്സിറ്റീസ് കൽക്കത്ത, ബോംബെ, മദ്രാസ് ഈ 3 പ്രസിഡൻസിയുടെയും കീഴിൽ കൽക്കത്ത, ബോംബെ ആൻഡ് മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റികളും സ്ഥാപിച്ചു. ഇതൊക്കെ വുഡ്സ് ഡിസ്പാച്ചിന്റെ പ്രവർത്തനമായിരുന്നു. ദെൻ ഹയർ സ്റ്റഡീസിനെ ഇംഗ്ലീഷ് മീഡിയം ആക്കുന്ന ഒരു സിസ്റ്റവും അദ്ദേഹം കൊണ്ടുവന്നു. സ്കൂൾ ലെവലിൽ വെർണാക്കുലർ സിസ്റ്റം മീഡിയമാക്കി, ഹയർ എഡ്യൂക്കേഷന് ഇംഗ്ലീഷ് മീഡിയമാക്കി. അപ്പോൾ ശരിക്കും വുഡ്സ് ഡിസ്പാച്ച് എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ ജനങ്ങളിലേക്കും ഇംഗ്ലീഷ് എത്തിക്കാനുള്ള ശ്രമം ബുദ്ധിപൂർവ്വം നടത്തിയ ആൾ വുഡ്സ് ഡിസ്പാച്ച് ആയിരുന്നു. ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ മാതൃഭാഷയിൽ സ്കൂളുകൾ തുടങ്ങി, മാതൃഭാഷയിൽ തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ വെസ്റ്റേൺ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ മാതൃഭാഷയിൽ തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ച് അങ്ങനെ പതുക്കെ ഒരു ഹൈസ്കൂൾ ലെവലിലേക്ക് എത്തുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആക്കിക്കൊണ്ട് ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് വുഡ്സ് ഡിസ്പാച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ടൊരു എഡ്യൂക്കേഷൻ സംവിധാനം വിജയകരമാക്കാൻ ശ്രമിച്ച ഒരാൾ വുഡ്സ് ഡിസ്പാച്ച് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പദ്ധതിയെ മെഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയും. അതിനാണ് വുഡ്സ് ഡിസ്പാച്ച്. ഇനി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനായിട്ട് വന്ന മറ്റൊരു കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. 1882 മുതൽക്ക് 83 വരെ ആ ഒരു പീരീഡിലാണ് ഹണ്ടർ കമ്മീഷൻ വരുന്നത്. W ഹണ്ടറിന്റെ നേതൃത്വത്തിലാണ് ഹണ്ടർ കമ്മീഷൻ കൊണ്ടുവരുന്നത്. സെക്കൻഡറി എഡ്യൂക്കേഷന്റെ സാധ്യതകളും ന്യൂനതകളും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഹണ്ടർ കമ്മീഷൻ കൊണ്ടുവരുന്നത്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ എല്ലാവരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശമായിരുന്നു ഹണ്ടർ കമ്മീഷൻ ഉണ്ടായിരുന്നത്. ദെൻ ഈ സെക്കൻഡറി എഡ്യൂക്കേഷന് 2 ട്രാക്കുകളായിട്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ തിരിച്ചിട്ട്, ഒന്ന് യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും രണ്ടാമതായിട്ട് വൊക്കേഷണൽ കൊമേഴ്ഷ്യൽ സെന്റേഴ്സിലേക്കുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, അങ്ങനെ 2 ആക്കിയിട്ട് തിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഹണ്ടർ കമ്മീഷനിൽ. ദെൻ മറ്റൊരു കമ്മീഷനായിരുന്നു സദ്ലർ കമ്മീഷൻ. സദ്ലർ കമ്മീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സദ്ലർ കമ്മീഷൻ വന്നത്. എസ്പെഷ്യലി കൽക്കത്ത യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള ടു സ്റ്റഡി ദി പ്രോബ്ലംസ് ഓഫ് കൽക്കത്ത യൂണിവേഴ്സിറ്റിയുടെ പ്രോബ്ലംസ് പഠിക്കാനും അത് മുഖാന്തരം മറ്റു യൂണിവേഴ്സിറ്റികളിലേക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും വേണ്ടിയിട്ടാണ് സദ്ലർ കമ്മീഷൻ വന്നത്. സദ്ലർ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ ആയിരുന്നു 12 വർഷ സ്കൂള് 12 ഇയർ സ്കൂൾ കോഴ്സ്, അതിനുശേഷം 3 വർഷ ഡിഗ്രി കോഴ്സ്. ദെൻ ഇത് രണ്ടുമായിരുന്നു ഒന്ന്. പിന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികളെല്ലാതും ഒരു സെൻട്രലൈസ് ആയിട്ട് ഒരു കേന്ദ്രീകൃതമായിട്ട് യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം കൊണ്ടുവരണം. ദെൻ ശാസ്ത്രീയവും ടെക്നോളജിയും മുൻനിർത്തിക്കൊണ്ടുള്ള ശാസ്ത്രീയ സാങ്കേതികതയെ മുൻനിർത്തിക്കൊണ്ടുള്ള പഠനം, വിദ്യാഭ്യാസ രീതി വരണം. ടീച്ചേഴ്സിന് വേണ്ട രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം. ഫീമെയിൽ എഡ്യൂക്കേഷൻ, അതായത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹിപ്പിക്കണം. ഇതും സദ്ലർ കമ്മീഷൻ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. 4 പ്രധാന ആശയങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. 12 വർഷ സ്കൂൾ കോഴ്സ്, 3 വർഷ ഡിഗ്രി കോഴ്സ്, യൂണിവേഴ്സിറ്റികൾ സെൻട്രലൈസ് ആയിട്ട് പ്രവർത്തിക്കണം, 4മതായിട്ട് ശാസ്ത്ര സാങ്കേതിക മുൻനിർത്തിക്കൊണ്ടുള്ള പഠനം, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ടീച്ചേഴ്സിന് വേണ്ടത്ര എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, ഇത്രയും കാര്യങ്ങളാണ് സദ്ലർ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ നോക്കുന്നു. ഓറിയന്റലിസ്റ്റുകൾ അവരുടേതായ രീതിയിലുള്ള ഒരു ലേണിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നു. ദെൻ ചാർട്ടർ ആക്ട് 1813 വരുന്നു. മെക്കാളസ് മിനിറ്റ് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. വുഡ്സ് ഡിസ്പാച്ച് തിയറി വരുന്നു. ദെൻ ഹണ്ടർ കമ്മീഷൻ ആൻഡ് സദ്ലർ കമ്മീഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.